അവസാന റൗണ്ടിലാണ് നിൽക്കുന്നത്. അതെ, ഈ സമയത്ത് നമുക്ക് കേരളത്തിൻ്റെ ഒരു ചിത്രം അല്പസമയം കൊണ്ടൊന്ന് വിലയിരുത്താം. എങ്ങോട്ടായിരിക്കും കേരളം തിരിയാൻ പോകുന്നത്? ഇടയ്ക്ക് PR വർക്കിലൂടെ LDF അങ്ങ് ഒരു കുതിച്ചുകയറ്റം തന്നെ നടത്തി. പക്ഷേ അതിനൊക്കെ ഇടിവ് സംഭവിച്ചു. തീർച്ചയായിട്ടും BJPയുടെ ശക്തമായ മുന്നേറ്റമുണ്ട്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായി തീരുമോ, ഭരണം UDFിലേക്ക് നീങ്ങുമോ എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അല്ല, ഇപ്പോഴത്തെ വാദം നമുക്കൊക്കെ അറിയാമല്ലോ. 100-ന് അപ്പുറം 110 സീറ്റ് വരെ എന്ന് അതുക്കും അപ്പുറം എന്ന് പറഞ്ഞാണ് LDF പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ VD സതീശനും കോൺഗ്രസും പറഞ്ഞിരുന്നത് UDFന് 100 സീറ്റ് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ അത് കുറഞ്ഞ് ഏതാണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് രണ്ടു കൂട്ടരും താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 72 കിട്ടും, 74 കിട്ടും എന്നൊക്കെയുള്ള വാദത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലും കിട്ടാൻ കഴിയില്ല. പക്ഷേ എന്നാൽ നേരിയ തോതിൽ UDFന് ചില മുൻതൂക്കം ഉള്ളതായും കാണാം. BJP അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിലും വൻ ലീഡുകൾ ഉണ്ടാക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലരും അനലൈസ് ചെയ്യുന്നത് ഒരു 39%, അതിൽ 0.5%, 1% വ്യത്യാസമായിരിക്കും LDFും UDFും തമ്മിൽ വരിക. അപ്പോൾ രണ്ടുപേർക്കും കിട്ടുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് 60-നും 70-നും ഇടയ്ക്ക് നിൽക്കുന്നതായിരിക്കുമെന്നാണ് പല സർവേകളും പറഞ്ഞു കേട്ടത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, അതുപോലെ തന്നെ കാസർഗോഡ്, ഇത്തരം മണ്ഡലങ്ങളിൽ നിന്ന് പോലും, ഈവൻ കണ്ണൂരിൽ നിന്ന് പോലും മുസ്ലിം ലീഗിന് അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ ജയിക്കാനുള്ള സംവിധാനമുണ്ട് എന്നുള്ളത്. അപ്പം അത് നമ്മളെ വളരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അതായത് 20-21 സീറ്റ് നിഷ്പ്രയാസം 27 സീറ്റുള്ള മത്സരിക്കുന്നതിൽ 20-21 അവർ പൂർണ്ണമായും വിജയിക്കുന്ന സെറ്റപ്പിലേക്ക് ഇവിടെ ആക്കിയിട്ടുണ്ട്. ലീഗ് മേൽക്കൈ നേടുമെന്നാണ്. ലീഗ് മേൽക്കൈ നേടുമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇത്. ലീഗ് മേൽക്കൈ നേടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പണി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇലക്ഷന് മുമ്പ് തന്നെ ഒരു 21 സീറ്റ് UDFിൻ്റെ പെട്ടിയിൽ വീണാൽ പിന്നെ അവർക്ക് നോക്കേണ്ടത് വെറും 40, 47, 48 നോക്കിയാൽ മതി. കാരണം ഇത് 70-ലെത്തുന്ന ലക്ഷണമില്ല. കാരണം ഇപ്പം ലീഗ് 21 പിടിക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു 6 മുതൽ 8 വരെ സീറ്റുകൾ BJP പിടിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതിനകത്ത് നമ്മളൊരു അതിശയോക്തി പറയുന്നതല്ല. ചില നടക്കുന്ന മണ്ഡലങ്ങളിലെ നോക്കുമ്പോൾ അത്തരത്തിലാണ് പോകുന്നത്. അത് നിയമവും പിന്നെ പാലക്കാടും മാത്രം ഒന്നുമല്ല. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കരുതുന്ന ചില മണ്ഡലങ്ങൾ, ചാത്തന്നൂരിൽ വലിയ മത്സരം നടക്കുന്നു. അവിടെ ആര് വിജയിക്കുമെന്ന് വളരെ പ്രത്യേകതയോടുകൂടി പറയേണ്ടതായിരിക്കും. ആറ്റിങ്ങലിൽ അതുപോലെ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം എന്ന് പറയുന്നു BJPക്ക് അനുകൂലമായിട്ട്. അതുപോലെ തന്നെ വർക്കല, ഇപ്പോൾ വന്നിരിക്കുന്ന സ്മിത സുന്ദരേശൻ ജോയിയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. CPMന്റെ സ്ഥാനാർത്ഥിയെ, DC സെക്രട്ടറിയും കൂടെയാണ്. അദ്ദേഹത്തിന് അവിടെ നിക്കക്കളിയില്ലാത്ത വിധത്തിൽ മത്സരത്തിൻ്റെ ചൂടിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഈ പ്രതീക്ഷിക്കുന്ന, ഇപ്പം നമ്മൾ പറയുന്നത് VIP ചില മണ്ഡലങ്ങളാണ് BJPക്ക് പറയുന്നതെങ്കിൽ, അങ്ങനെ അല്ലാത്ത പല സ്ഥലങ്ങളിലും BJPക്ക് മുന്നേറ്റം ഉണ്ടാകും. NDA 1-2 സ്ഥലങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകും. കുന്നത്തൂര്, അതുപോലെ തന്നെ വേറെ 1-2 പ്രദേശങ്ങളിലെങ്കിലും അവർക്ക് നേട്ടം ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു 8 സീറ്റ് വന്നാൽ പോലും അത് ഒരു തൂക്കുമന്ത്രിസഭയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്താം എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു 167 അല്ല 67, 68 കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ഭൂരിപക്ഷത്തിനുള്ള വകയായി BJP ഒന്ന് മാറി നിന്നാൽ. ഇതിനേക്കാൾ വലിയൊരു സംഗതി വരുന്നത് ഈ നോർത്ത് കേരളയിൽ ഇതുപോലെ തന്നെ 21 സീറ്റ് വരെ മുസ്ലിം ലീഗ് പിടിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ അത് മലപ്പുറത്തുനിന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പ്രദേശങ്ങൾ, അതുപോലെ പാലക്കാട് നിന്ന് ഞാൻ നോക്കിയപ്പോൾ മണ്ണാർക്കാടൊക്കെ വിജയിക്കാൻ സാധ്യത വളരെ ഉണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി, കുന്നമംഗലം, ഇത് കോഴിക്കോട് സൗത്ത്, ഇങ്ങനെയുള്ളതൊക്കെ ഏതാണ്ട് ഉറപ്പെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം പേരാമ്പ്ര, നമ്മുടെ ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്ന ആ കൊച്ചു പെൺകുട്ടി മത്സരിക്കുന്നത് TK
അദ്ദേഹത്തിനെതിരെയാണ് ടി പി രാമകൃഷ്ണനെതിരെയാണ്. അദ്ദേഹത്തിന് പോലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് അവിടെ പേരമ്പ്രയിൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവരുടെ കേന്ദ്രമാണ്. അതാണ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്, വൻമരങ്ങൾ വീഴും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് വലിയ മത്സരങ്ങൾ ലീഗ് കാഴ്ചവെക്കുന്നു. ലീഗിന്റെ വോട്ടുകൾ കൊണ്ട് തന്നെ കോൺഗ്രസും ഇതുപോലെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ നോർത്തിലെ പല സ്ഥലങ്ങളിലും വോട്ട് പിടിക്കും. അപ്പൊ UDF അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അങ്ങനെ ഒരു വലിയ അനുകൂലം എന്ന് പറയാനില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു 70 താഴെ നിൽക്കുന്ന ഒരു സീറ്റിലേക്ക് പോകാനുള്ള സാധ്യത, അവരായിരിക്കും ഒന്നാമത് വരിക എന്നൊരു സാധ്യത നിൽക്കുന്നു. എന്നാൽ LDF തൊട്ട് പുറകെ 60-നും 66-നും ഒക്കെ ഇടയ്ക്ക് ഒരു തൂക്ക് സഭയിലേക്കായിരിക്കും പോവുക. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞത് ഹമാര സർക്കാർ ബനേഗ എന്ന്. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഇതാണല്ലോ, ദോ ഡിജിറ്റ് മിലേഗ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ പറഞ്ഞു. അതെന്താ ഉദ്ദേശിച്ചത്? രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും ജയിക്കും എന്നുള്ളതാണ്. 2 അക്കം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, 2 പേര് അങ്ങനെ ജയിക്കും എന്നുള്ളത്. അത് എപ്പോഴും ട്വിസ്റ്റ് ചെയ്ത് അദ്ദേഹം പറയുള്ളൂ. അതുപോലെ NDA സർക്കാർ ഇവിടെ വരുമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം അതാണ്. NDA വിചാരിച്ചാലേ ആ സർക്കാരിനെ നിലനിർത്താൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കിന്റെ ഒരു ഉൾപ്പൊരുൾ. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJPക്ക് 8 സീറ്റ് കിട്ടിയാൽ പോലും അതിൽ അല്ലെങ്കിൽ NDAക്ക് 8 സീറ്റ് കിട്ടിയാൽ പോലും അത് വളരെ നിർണായകമാകും. കാരണം ഇവിടെ 66-68 പോവുകയാണ്. ഏതാണ്ട് ഒരു 39%-ൽ 0.5% അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയും കുറഞ്ഞും ഇരിക്കാം എന്നുള്ളതാണ് പൊതുവെ പല സർവേകളും നടത്തിയ, ഇപ്പം നമ്മുടെ ന്യൂസ് 18 അടക്കം നടത്തിയ സർവേകളിലൊക്കെ ഞാൻ കണ്ടത് അതാണ്. അതിൽ ഏറ്റവും കോൺഗ്രസിനെ വിഷമിപ്പിക്കുന്ന കാര്യം നോർത്തിൽ കിട്ടുമെന്ന് പറയുന്നത് സെൻട്രലിൽ കിട്ടുന്നില്ല. സെൻട്രലിൽ സീറ്റ് കഴിഞ്ഞ തവണ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കിട്ടിയ അത്രയും സീറ്റുകളുടെ ഒരു ബലം സെൻട്രൽ ഏരിയയിൽ കിട്ടില്ല. പക്ഷെ തെക്കൻ കേരളത്തിൽ UDFന് അത്ര ഒട്ടും തന്നെ ശോഭനമല്ല. അത് ഞാനിതൊരു റഫ് കണക്ക് നോക്കിയപ്പോൾ തന്നെ ലീഗിന്റെ ഉൾപ്പെടെ നോർത്തിലൊരു കോൺഗ്രസിന് ഒരു 9 സീറ്റ് ഉൾപ്പെടെ ഒരു 30 സീറ്റ് നോർത്തേൺ കേരളയിൽ കിട്ടുമെങ്കിൽ ഒരു 25-ൽ താഴെ ഈ സെൻട്രൽ കേരള കിട്ടും. അതായത് 43-ൽ ഒരു 30 സീറ്റ് വരെ നോർത്ത് കേരളയിൽ ലീഗിനും കോൺഗ്രസിനും കൂടെ അല്ലെങ്കിൽ UDFന് നേടാൻ കഴിയുമെങ്കിൽ സെൻട്രൽ കേരളയിൽ ഒരു 53 സീറ്റ് വരുന്നിടത്ത് ഒരു 25 സീറ്റിൽ മറ്റോ അതിൽ താഴെ കോൺഗ്രസിന് പിടിക്കാൻ കഴിയുള്ളൂ. തൂത്തുപറക്കിയിരുന്ന സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞ് സൗത്തിലേക്ക് വരുമ്പോൾ 39 സീറ്റുള്ള സ്ഥലത്ത് അവർക്ക് ഒരു 12 അല്ലെങ്കിൽ 14 സീറ്റ്, ഇതിനപ്പുറം അതെല്ലാം. കാരണം ഒരു 20-25 മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റാണ്. ഇത് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്തതാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ടോസ് പോലെയാണ് നിൽക്കുന്നത്. അത് നമുക്ക് മെയ് 4-ാം തീയതി മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഉദ്വേഗജനകമായ ഒരു ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും ഇത്തവണ വരിക. പ്രതീക്ഷിക്കാത്തടത്താണ് BJP കയറാൻ പോകുന്നത്. BJPക്ക് പ്രതീക്ഷിക്കാത്തടത്താണ് കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചാത്തന്നൂർ വളരെ സാധ്യതയായിട്ട് പറയുന്നു. വർക്കല പോലും ഒരു നമ്മൾ അതുപോലെ കണക്കൂട്ടിക്കൊണ്ടിരുന്നത് പാലക്കാടും നേമവുമാണ്. നേമവും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായ രീതിയിലൊക്കെ മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അത് 22,000 വോട്ടാണ് അദ്ദേഹം പിടിച്ചത് പാർലമെന്റിൽ. 2024 പാർലമെന്റിൽ ശശി തരൂരുമായിട്ട് മത്സരിച്ചപ്പോൾ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുള്ളത്. ശിവൻകുട്ടിയുടെ ഈ അനാരോഗ്യം മണ്ഡലത്തിലുള്ളവർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അനാരോഗ്യം മാത്രമല്ല, അനാരോഗ്യത്തെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് എന്തിനാണ്? ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും മുഖത്തോട് മുഖം കോർത്ത് നിന്ന് മത്സരിച്ചപ്പോൾ 22,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ മത്സരിക്കുമ്പോൾ അതെങ്ങനെയിരിക്കും? തീർച്ചയായിട്ടും അവിടെ വർഗീയമായ ചില പോളറൈസേഷനും SDPയുടെ വോട്ടും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഈ വോട്ടിലേക്ക് എത്തും, 22,000-ന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ രാജീവ് ചന്ദ്രശേഖരന് വെല്ലുവിളി ഉണ്ടാക്കാൻ അത് മതിയാവൂ എന്നുള്ളത് വളരെ സംശയമാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലും അങ്ങനെയാണ് വരുന്നത്. അവിടെ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അവർ മാത്രമാണുള്ളത്. മറ്റേതൊക്കെ ബിസിനസ്സുകാരനും സിനിമാക്കാരനും ഒക്കെ എന്നുള്ള നിലയ്ക്ക് ആ മണ്ഡലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. പിന്നെ കഴക്കൂട്ടം വളരെ സ്ട്രോങ് ഫൈറ്റ് ആണെങ്കിലും ഒരു എഡ്ജ് BJP നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്തിമമായിട്ടുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. അങ്ങനെ പല മണ്ഡലങ്ങളിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്തിന് വട്ടിയൂർക്കാവിൽ പോലും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇപ്പോൾ കെ മുരളീധരൻ ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. അദ്ദേഹം പലയിടത്തും കയറി പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കൾ എന്നെ തോൽപ്പിക്കും,
അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നിന്നിട്ടുള്ള ഒരാളും കൂടെയാണ്. എന്നെ തോൽപ്പിക്കാൻ നിങ്ങളുടെ വോട്ട് വേറെ ആർക്കും കൊടുത്തു കളയരുത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ കെ മുരളീധരൻ വലിയൊരു വോട്ട് പിടിക്കും. പ്രശാന്തനും ഒട്ടും മോശമല്ലാത്ത വോട്ടും സാധ്യതകളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ BJPക്ക് കിട്ടാനുള്ള വോട്ട് പിടിച്ചാൽ പോലും ശ്രീരേഖയ്ക്ക് അവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവസാനത്തെ റിപ്പോർട്ടുകൾ. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും നമ്മൾ പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ, അതുപോലെ തന്നെ സന്ദീപ് വചസ്പതി ഹരിപ്പാട് മത്സരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വലിയ പുകിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ പറയുന്ന പോലെയാണ്. TP രാമകൃഷ്ണന്റെ അന്തരീക്ഷ അവിടെ പ്രതീക്ഷിക്കാത്ത 20,000-ലധികം വോട്ടിന് അദ്ദേഹം ജയിച്ച സ്ഥലമാണ്. അവിടെ പ്രതീക്ഷിക്കാത്ത ഒരു വെല്ലുവിളി അദ്ദേഹത്തിന് ഈ കൊച്ചു പെൺകുട്ടി തഹ്ലിയ നടത്തിയിരിക്കുമ്പോൾ അതേപോലെ തന്നെ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ സന്ദീപ് വചസ്പതി ഹരിപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് വളരെ വളരെ വ്യത്യസ്തമായ അന്തരീക്ഷമാണ്. എന്തിന് തിരുവല്ലയിൽ അനു ആന്റണി, അതുപോലെ തന്നെ ഷോൺ ജോർജിന്റെ ഒന്നും ഇപ്പോഴും പ്രവചനാതീതമാണ്. പൂഞ്ഞാറിലെ PC ജോർജിന്റെ കാര്യങ്ങളൊക്കെ അതെല്ലാം അന്തരീക്ഷങ്ങൾ മാറി മറിയുന്നു. വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഭൂരിപക്ഷ സമുദായം വളരെ ഭയത്തിലാണ്. വളരെ സാമുദായിക പോളറൈസേഷൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടായി എന്നുള്ളതും ഇപ്പോൾ അത് വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും ഇടത് വലത് മുന്നണികൾ SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വലിയ പോളറൈസേഷന്, ഒരു വോട്ട് ബാങ്കിന് അവർ ശ്രമിക്കുന്നു എന്നുള്ളതിൽ വളരെ ദുഃഖിതരാണ് ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ഹിന്ദുക്കളും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിലെ ഹിന്ദുക്കളും എന്നുള്ളതാണ് News 8ന്റെ സർവേയിൽ പോലും കാണുന്നത്. ആ സർവേയിൽ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് സെൻട്രൽ കേരളയിലും നോർത്ത് കേരളയിലും UDFന് സീറ്റ് കുറയും. കാരണം ഇത് തന്നെയാണ്, സീറ്റ് കുറയുന്നേ അവർ പറഞ്ഞുള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം ഇതാണ്, പരമ്പരാഗതമായി കിട്ടിയിരുന്ന അപ്പർ കാസ്റ്റ് വോട്ടുകൾ, ഈഴവ വോട്ടുകൾ, മറ്റ് നായർ മുതൽ നായാടി വരെയുള്ള എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഇത്തവണ BJPയിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. BJPക്ക് 16-17% എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല, അവർ 20% അതിന് മുകളിലോ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാക്കും. 50ഓളം മണ്ഡലങ്ങളിൽ അവർ വളരെ നിർണായകമായാലും ആര് ജയിക്കുമെന്നുള്ളത് അവരാണ് ചെയ്യുന്നത്. 30ഓളം മണ്ഡലങ്ങളിൽ അവർ ഒന്നാമതോ വരുന്ന അവസ്ഥയുണ്ടാകും. 8 മണ്ഡലങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ രണ്ടാമത് വന്നാൽ അതും ഭീഷണിയാണ്. അത് LDFനാണോ UDFനാണോ ഈ വോട്ടുകൾ പോകുന്നത് എന്നുള്ളത് വളരെ നിർണായകമാണ്. 20% വോട്ടൊക്കെ ഒരു മുന്നണിയിൽ നിന്ന് ഒരു മുന്നണി പിടിക്കുമ്പോൾ അതിലൊരു ഭൂരിഭാഗം ഏത് മുന്നണിയിൽ നിന്ന് വരുന്നോ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 20% അല്ല ഈ ഞാൻ പറഞ്ഞ 30-40 മണ്ഡലങ്ങളിൽ ഉണ്ടാവുക. അവിടെയൊക്കെ 40-45 വോട്ട് വരെ പിടിക്കുകയാണ്. ഏതാണ്ട് വിജയിക്കുന്ന ആളിൻ്റെ നിന്ന് 5000-4000 വോട്ടിന് വ്യത്യാസമൊക്കെ വരുന്ന വിധത്തിലാണ് ഈ രണ്ടാമതും മൂന്നാമതും വരിക. അപ്പോൾ അത് ഭയങ്കരമായ വ്യത്യാസങ്ങൾ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ റിസൾട്ടായിരിക്കും മെയ് 4-ാം തീയതി നമ്മൾ കേൾക്കാൻ പോവുക. എന്തായാലും ആർക്കും പൊളിറ്റിക്കലായിട്ട് സംസാരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകം. എക്സെപ്റ്റ് നരേന്ദ്രമോദി ഇവിടെ വന്നു BJP പറയുന്ന വികസിത കേരളം, സുരക്ഷിത കേരളം. ഒരു സുരക്ഷിത കേരളം എന്ന് പറയുന്നതാണ് ഈ കമ്മ്യൂണൽ പോളറൈസേഷനുകൾ കൊണ്ട് ഭാവിയിൽ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു സൂചനയും കൂടെയാണ് ഈ സുരക്ഷിത കേരളത്തിലൂടെയും അവർ പറയുന്നത്. ഈ സുരക്ഷിത കേരളം ആണ് ഇന്നത്തെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഭൂരിഭാഗം വരുന്ന സമുദായത്തിൻ്റെയും ചിന്ത എന്നുള്ളതും നമ്മൾ ഈ ഇലക്ഷനെ പ്രവചനാതീതമാക്കുന്നു. അതുകൊണ്ട് മുന്നോട്ട് എന്നുള്ളത് പറയാമെന്നല്ലാതെ ആർക്ക് ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.